ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഇന്ന് നാരായണത്തിൽ നമ്മൾ പാരായണം തുടരുകയാണ്. 85-ാം ദശകം. രണ്ട് പ്രധാന കാര്യങ്ങളാണ് രാധ വായിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മളുടെ വളരെ ജരാസന്ധവധം, മറ്റൊന്ന് ശിശുപാലവധം. രണ്ടും. ഓം ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലുപ്താസനസ്തസ്ഫടികമണിനിഭൈः മൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരജിതൈः മുക്തപീയൂഷവശൈः ആനന്ദേന പുനീയാദരിനളിനഗദാ ശംഖപാണിർമുകുന്ദഃ. ഹരി ഓം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. രാധാ നായർ, പിന്നെ രവിച്ചേട്ടൻ. ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ. ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗദാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ. ഭൂപാദൗ യസ്യ നാഭിർവിയദാസുരനിലശ്ചന്ദ്രസൂര്യൗജനേത്രേ കർണാവാശാഃ ശിരോദൗർമുഖമപി ദഹനോ യസ്യ വാസ്തേയമബ്ധി അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി, ആകാശം നിന്റെ നാഭി, ശ്വാസമോ വായുവത്രേ, ശിരസ്സോ ദേവലോകം. ചന്ദ്രാർക്കദ്വന്ദ്ങ്ങൾ കൺകൾ, ദിക്കുകൾ കർണങ്ങളും, അഗ്നി നിൻ വദനമാകുന്നു, ഉദരം സമുദ്രവും. നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ. ദേവമാനുഷ ഖഗോരക പശുഗന്ധർവ ദൈത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം. ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരി ഓം. ഓം ഗം ഗണപതയേ നമഃ. വിഘ്നേശ്വരായ വരദായ സുരപ്രിയായ ലംബോദരായ സകലായ ജഗദ്ഹിതായ ഹസ്ത്യാനനായ ശ്രുതിയജ്ഞ വിഭൂഷിതായ ആവർത്തശുണ്ഠധരായ നമോ നമസ്തേ. ഓം സംസരസ്വത്യൈ നമഃ. മാണിക്യവീണാമുപലാളയന്തീം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. ഓം ഗും ഗുരുഭ്യോ നമഃ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനൊരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. അസിസ്ത്വത്തരുണീകരാഗ്രവികളത്കൽപ്പപ്രസൂനാപ്ലുതം വസ്തു പ്രസ്തുത വേണുനാദലഹരീ നിർവാണ നിർവ്യാകുലം സ്രസ്തനിബദ്ധനീവിവിലസത് ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തനതാപവർഗമഖിലോദാരം കിശോരാകൃതി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 85 ജരാസന്ധവധവും ശിശുപാലവധവും.
തതോ മഗധ ഭൂഭൃതാ ചിരനിരോധസംക്ലേശിതം ശതാഷ്ടകയുതാം യുധസ്ത്രിദ്വിതയമീശ ഭൂമിഭൃതാം അനാഥശരണായ തേ കമപി പൂരുഷം പ്രാഹിണോത് അയാചത സമാഗധക്ഷപണമേവ കിം ഭൂയസാ. മഗധഭൂപൻ ജരാസന്ധൻ 20,800 ഭൂപതികളെ ഏറെക്കാലം തടവിലാക്കി ദ്രോഹിച്ചിരുന്നു. ഭഗവൻ അങ്ങേ ശരണമെന്നോർത്ത് അവരൊരു ദൂതയച്ചു. മറ്റെന്തിന് മഗധരാജനെ വധിച്ച് അവരെ രക്ഷിക്കുവാൻ. യാസുരഭിമാഗധം തദനു നാരദോദീരിതാത് യുധിഷ്ഠിരമഘോദ്യമാദുഭയകാര്യപര്യാകുല വിരുദ്ധജൈനോധ്വരാദുഭയസിദ്ധിരിത്യുത്ഥവേ ശശംസുഷി നിജൈ സമം പുരമിയേധ യൗധിഷ്ഠിരീം. ജരാസന്ധനെ ആക്രമിക്കുവാൻ അങ്ങൊരുങ്ങി നിൽക്കവേ നാരദൻ പറഞ്ഞറിഞ്ഞു. രാജസൂയത്തിനായി യുധിഷ്ഠിരൻ കോപ്പുകൂട്ടുന്നതായും അതിനങ്ങയെ പ്രതീക്ഷിക്കുന്നതായും. ശത്രുനിഗ്രഹം സുപ്രധാനം, യാഗകർമ്മങ്ങളും അപ്രകാരം. ഇവയിലേതു ചെയ്യണമിപ്പോൾ എന്നങ്ങു സന്ദേഹിക്കവേ ശത്രുക്കളെ കീഴടക്കണം യാഗത്തിനു മുമ്പേ. അതിനാൽ പോവുക രാജസൂയത്തിനെന്നുത്തമൻ ഉദ്ധവൻ ഉപദേശിച്ചു. സജീവോപദേശം സ്വീകരിച്ചു യാഗത്തിനായി ഭവാൻ കൂട്ടരുമൊത്തിന്ദ്രപ്രസ്ഥത്തിലേക്കു പോയി. അശേഷദയിതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവദവാംഗസംവർദ്ധിതൈഃ ശ്രിയം നിരുപമാം വഹന്നഹഃ സഭക്തദാസായിതം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം. 16,008 ഭാര്യമാരോടുകൂടി അങ്ങു യാഗത്തിനെത്തിയപ്പോഴേക്കും ഭവത്കടാക്ഷാൽ വർദ്ധിത പ്രഭാവമാർന്ന പാണ്ഡവർ ധർമ്മജനും അനുജന്മാരും രാജ്യങ്ങളനേകം കീഴടക്കി നിരുപമമാമൈശ്വര്യവും സമ്പത്തുക്കളും നേടി നഗരത്തിൽ മടങ്ങിയെത്തി. ഭക്തദാസനാം ഭവാനെ ധർമ്മപുത്രർ മഗധയിൽ ജരാസന്ധൻ അടുത്തേക്കയച്ചു ഭീമാർജുന സമേതം. ഗിരിവ്രജപുരം ഗതാസ്തദനു ദേവയൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗധം അപൂർണ സുഹൃതം ത്വമും പവനജേന സംക്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമഭിരാജയുധ്വാ സ്ഥിതഃ. ജരാസന്ധന്റെ നഗരിയാം ഗിരിവ്രജത്തിലെത്തവേ മൂവരും ബ്രാഹ്മണ വേഷത്തിൽ ചെന്നു മുഖം കാട്ടി രാജാവിനെ അഭീഷ്ടമായങ്ങു ചോദിച്ചു. ഉത്സവം പോലൊരു മല്ലയുദ്ധം യുദ്ധം ചെയ്യിക്കുന്നവനായങ്ങു നിന്നു. സുഹൃതം കുറഞ്ഞ മഗധരാജനെ നേരിടാൻ ഭീമനെ അയച്ചു. അർജുനനും ഭവാനുമാ ദ്വന്ദ്വയുദ്ധഘോഷം രസിച്ചു കണ്ടു നിന്നു. അശാന്ത സമരോദ്ധതം വിടപപാടനാ സ്വപ്നയാ നിപാത്യ ജരസസുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതീന്മുദാ സമനുഗൃഹ്യ ഭക്തിം പരാം ദിദേശിത ഗതസ്പൃഹാനപി ച ധർമ്മഗുപ്തൈ ഭുവ. ഓരിട്ടു തീവ്രം അഹങ്കാരമത്തനായി ജരാസന്ധൻ അന്നേരമങ്ങു രഹസ്യമായൊരു മരച്ചില്ലയൊടിച്ചു ചീന്തി സൂചന നൽകിയപ്പോൾ വായുസുതനവന്റെ കാലുകൾ പിടിച്ചു രണ്ടായി പിളർന്നവനെ കാലപുരിക്കയച്ചു. പിന്നെ തടവിൽ കിടന്നതാം രാജാക്കന്മാരെ സ്വതന്ത്രരാക്കി
സന്തോഷമോടെ പരമഭക്തി നൽകിയവരെ അനുഗ്രഹിച്ചു. ഭവദനുഗ്രഹത്താൽ ആശകളകന്നവർക്കായി ഭവാൻ നൽകി രാജ്യഭരണം ധർമ്മസംസ്ഥാപനാർത്ഥം. പ്രജകൃഷി യുധിഷ്ഠിരേ തദനു രാജസൂയാധ്വരം പ്രസന്ന ഭ്രതകീ ഭവൽ സകല രാജകവ്യാകുലം. ത്വമപ്യൈ ജഗത്പദേ ദ്വിജപദാവനേ ജാതികം ചകർത്ഥ കിമു കഥ്യതേ നൃപവരസ്യ ഭാഗ്യോന്നതി. യുധിഷ്ഠിരൻ രാജസൂയമഖം കൊണ്ടാടവേ വന്നു ചേർന്നതാം രാജപ്രമുഖരെല്ലാവരും അവർക്കിണങ്ങും വൃത്തികൾ ഭൃത്യരെ പോൽ ചെയ്തു സാമോദം. ജഗന്നാഥനാമവിടുന്നു കാൽ കഴുകി സേവിച്ചു ബ്രാഹ്മണ ശ്രേഷ്ഠരെ. ഭഗവാൻ സ്വയം ഭൃത്യനായി യുധിഷ്ഠിരന്റെ ഭാഗ്യോന്നതി എന്തു പറയാൻ. തദസ്സവനകർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹ ദേവവാഗാനുഗതഃ സധർമാത്മജ. വ്യധത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനെ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദധൗ. ബഹുമാനിച്ചു പൂജിക്കണം ഏറ്റമുത്തമനാമൊരു ശ്രേഷ്ഠനെ രാജസൂയത്തിൽ സവനകർമ്മമോടെ. യാഗവേദിയിൽ യുധിഷ്ഠിരൻ അതിനായൊരാളെ തേടവേ വിശ്വഭൂതാത്മാവാമങ്ങയെ തന്നെ വേണം അഗ്രപൂജക്കിരുത്തുവാനെന്ന സഹദേവോപദേശം കേട്ടു ധർമാത്മജൻ ചെയ്തു അങ്ങേക്കായ അഗ്രപൂജയും. ദേവമാനുഷലോകരെല്ലാം അതു കണ്ടേറെ സംതൃപ്തരായി. തദസ്സപതി ചേദിവോ മുനി നൃപേഷു തിഷ്ടസ്ഥോ സഭാചേദികോ ജഡ പശുപദുർദുരൂഢം വടും. ഇതി ത്വയി സദുർവചോ വിദതി മുദ്വമന്നാസനാദ് ഉദാപതദുദായുധ സമപതന്നവും പാണ്ഡവാഃ. അഗ്രപൂജ കഴിയവേ ചേതിരാജാവാം ശിശുപാലൻ ആസനത്തിൽ നിന്നു ചാടി എണീറ്റാക്രോശിച്ചു. ഈ സഭയിൽ ഇത്രയേറെ മഹാമുനികളും രാജാക്കന്മാരും ഇരിക്കവേ മൂഢനാമീ നിന്ദ്യൻ ഇടയച്ചെറുക്കനെ ബഹുമാനിച്ചു പൂജിക്കുന്നവൻ വിഡ്ഢി തന്നെ. ഏവം ദുർവാക്കുകൾ വമിച്ചയാൾ ആയുധമെടുത്തു വീശി. പെട്ടെന്നവനെ പാണ്ഡവവീരന്മാർ തടഞ്ഞു നിർത്തി. നിവാര്യ നിജപക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണഃ ത്വമേവ ജഹൃഷേ ശിരോധനുജധാരിണാ സ്വാരിണാ. ജനുസ്ത്രിദയലബ്ധയാ സതത ചിന്തയാ ശുദ്ധധീഃ ത്വയാ സ പരമേകദാം അധൃതയോഗിനാം ദുർലഭാം. അങ്ങേ പക്ഷത്തിലുള്ള പാണ്ഡവരെ തടഞ്ഞങ്ങു ശ്രീചക്രമെടുത്തു നേരെ പോരിനിറങ്ങി വന്ന് തലയറുത്തു ശിശുപാലനു മോക്ഷമേകി. 3 ജന്മങ്ങളിൽ സദാ വിദ്വേഷഭക്തിയാൽ അങ്ങയെ ധ്യാനിച്ചു. ശുദ്ധഹൃദയത്തിനുടമയായി തീർന്നവൻ ശിശുപാലൻ സായൂജ്യമുക്തിയടഞ്ഞു. സാക്ഷാൽ യോഗികൾക്കു പോലും ദുർലഭമാം പരമം പദം. തദസ്സുമഹിതേ ത്വയാ കൃതുവരേ നിരൂഢേ ജനോ യയൗ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇത്യാലപൻ. ഖലഃ സദു സുയോധനോ ധുതമനാഃ സപത്നശ്രിയാ മയാർപ്പിത സഭാമുഖേ സ്ഥലജലഭ്രമാദഭ്രമീത്. അതിമഹത്താം രാജസൂയം അതിഭംഗിയായി തീർന്നു. തുഷ്ടരാം ജനം ജയ ജയ ധർമ്മജ ജയ ജയ കൃഷ്ണ
എന്നെല്ലാം പാടി മടങ്ങിപ്പോയി സ്വദേശങ്ങളിൽ. ദുഷ്ടൻ ദുര്യോധനൻ ശത്രുവിൻ ഐശ്വര്യ സമൃദ്ധിയിൽ അസൂയ പൂണ്ടു മനസ്സിളകി ദേവശില്പിമയൻ നിർമ്മിച്ചു പാണ്ഡവർക്ക് സമ്മാനമായി നൽകിയ സഭാഗ്രഹത്തിനുമ്മറത്ത് നിലമേത് ജലമേതെന്നറിയാതെ തെന്നി വീണു വിഭ്രാന്തനായി ചുറ്റിത്തിരിഞ്ഞു പരിഹാസപാത്രമായി. തഥാ ഹസിതമുദ്ധിതം ദ്രുപദനന്ദനാ ഭീമയോ അപാംഗകലയാ വിഭോ കിമപി താവദുജൃംഭയൻ ഖരാഭര നിരാകൃതൗ സപതി നാമ ബീജം വപൻ ജനാർദ്ദനമരുത്പുരീ നിലയ പാഹി മാമയാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവൻ ദുര്യോധനൻ ജലത്തിൽ വീഴുന്ന കാഴ്ച കണ്ട് ദ്രൗപദിയും ഭീമനുമേറെ ഉച്ചത്തിൽ ചിരിച്ചുപോയി. അവരെയങ്ങ് കടക്കണ്ണാൽ നോക്കിയ പരിഹാസച്ചിരി കൂടുതൽ ഊർജസ്വലമാക്കി. ഏവം ഭൂഭാരശമനത്തിനു വിത്താകും വൈരം ദുര്യോധനിൽ വിതച്ച ഭഗവൻ ഗുരുവായൂരപ്പാ രോഗങ്ങളിൽ നിന്നെന്നെ രക്ഷിക്കണേ. ഏവം ഭൂഭാരശമനത്തിനു വിത്താകും വൈരം ദുര്യോധനിൽ വിതച്ച ഭഗവൻ ഗുരുവായൂരപ്പാ രോഗങ്ങളിൽ നിന്നെന്നെ രക്ഷിക്കണേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുഭ്യോ നമഃ. ശകു കുറച്ച് എന്തെങ്കിലും അല്പം വിവരണങ്ങൾ ഇവിടെ ഇതിന്റെ തരണ്ടേ? ഫ്രാൻസിസ് സാറൊക്കെ ഇരിപ്പുണ്ട്, അപ്പൊ വിവരണങ്ങളൊന്നും പറയാൻ പറ്റുമോ അറിയില്ല. എന്നാലും ഒരു തമാശ എനിക്ക് തോന്നിയതേ, ഭഗവാൻ 16,008 ഭാര്യമാരോട് കൂടിയാണ് യാഗത്തിന് എത്തിയെന്ന്. അപ്പോ അല്ല, അവിടുത്തെ ആ സദ്യക്കുള്ള കോപ്പുകൾ എന്തോരം വേണ്ടി വരുന്നു എന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ആതിഥേയൻ എന്നുള്ള നിലയ്ക്ക് യുധിഷ്ഠിരൻ ഇഷ്ടം പോലെ ആൾക്കാര്. അതിനകത്ത് അവിടെ തന്നെ വേറൊന്ന് പറയുന്നുണ്ട്, ശത്രുനിഗ്രഹം സുപ്രധാനമാണ്, യാഗകർമ്മങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ രാജസൂയത്തിന് തന്നെ പൊയ്ക്കളയാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. പിന്നെ ഭഗവാന്റെ ഒരു മഹിമയായിട്ടും കൂടെ പറയുന്നത് മറ്റേ കൃഷ്ണ പാദാവനേ ജനേ എന്നുള്ള ഇതുണ്ടല്ലോ. അവിടെ രാജസൂയത്തിന് കൃഷ്ണൻ ഏറ്റെടുത്ത ജോലി വളരെ രസകരമായ ജോലിയായിരുന്നു. ബ്രാഹ്മണരുടെ കാല് കഴിക്കുക, തുടച്ചു കൊടുക്കുക എന്നുള്ള അതുപോലുള്ള ജോലിയാണ് ചെയ്തത് എന്നിങ്ങനെ അതും പറയുന്നുണ്ട്. 16,008 പേരും ഉണ്ടോ അതോ 8 പേരല്ലേ? അത് പക്ഷെ അതിനകത്ത് ഞാനൊരു വ്യാഖ്യാനത്തിൽ വായിച്ചതിൽ നിന്നാണ് കേട്ടോ ഞാനത് അങ്ങനെ എഴുതാൻ കാരണം. അതാണ് എനിക്ക് സംശയം തോന്നി. അതൊരു ഭംഗ്യന്തരേണ പറഞ്ഞതല്ലേ. സാറുണ്ടല്ലോ, ഫ്രാൻസിസ് സാറുണ്ട്, സാറ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന്. സാർ എത്തിയിട്ട് സാറുണ്ടല്ലോ. അത് 16,008 16,000 ഏതാണ് ആ ഭാര്യമാര് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ 16,000 നരകാസുരന്റെ തടങ്കലിൽ നിന്ന് ആ 16,000 ആണ്. അത് ശരിക്ക് ഇവിടെ വലിയൊരു സംഗതി കൂടെ ഉണ്ട്. ഈ നമ്മുടെ ഖുറാനിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ കഴിയുന്നതും അതൊരു അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുക, ആ വിവാഹം വലിയ പുണ്യമാണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഈ ഇതില് ഖുറാനില്. വിവാഹം പോലും സ്ത്രീകളെ അഥവാ ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ഉപാധിയായിട്ടാണ് ഈ ഖുറാൻ പറയുന്നത്. അതുപോലെ എല്ലാവരെയും ഒരേപോലെ നോക്കണം എന്നുണ്ടല്ലോ അല്ലേ? ഒരേപോലെ. അതാണ് അവിടെ ഇന്ന് അത് ജനങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. ഇന്ന് അവര് എന്താണ് 4 40 ഒക്കെ കിട്ടും എന്ന് പലരും അതിനെക്കുറിച്ച് അറിയാത്തവരാണ് അത് പറയുന്നത്. അവരിൽ തന്നെ അതിനെ ശരിക്കും മനസ്സിലാക്കിയവരുണ്ട്. അവർ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേരെ നിങ്ങളുടെ വിവാഹത്തിലൂടെ ആയാലും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമോ അത് വലിയ പുണ്യമാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 സ്ത്രീകളെ ആയിക്കോട്ടെ 4 അടിമകളെ മോചിപ്പിച്ച് പത്നിമാരാക്കി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ
അത് എത്രയോ വലിയ പുണ്യമാണ്. അപ്പൊ ഇവിടെ അത് പ്രയോഗപഥത്തിൽ കൊണ്ടുവന്ന ഒന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഈ 16,000 അത് നരകാസുരൻ തടങ്കലിൽ പാർപ്പിച്ചിരുന്നവരാണ് ഈ 16,000. അപ്പോ ആ അടിമകൾ, അപ്പൊ ഭഗവാൻ അത് 16,000 എന്നുള്ളത് ഒരു വലിയ സംഖ്യ എന്നേ ഉള്ളൂ, അല്ലാതെ അത് കൃത്യം 16,000 അല്ല അത്. അപ്പോ ഭഗവാനാൽ മോചിപ്പിക്കപ്പെട്ട എല്ലാവരും ഭഗവാനോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ആ 16,008 എന്നും അവിടെ പറയുന്നത്. അപ്പൊ അത് അവിടെയും ആ 16,000 എന്നുള്ളത് നമ്മുടെ ഒരു കൃത്യമായ എണ്ണമല്ല. അതായത് അനേകം 16 എന്നുള്ള അല്ലേ? അനേകം അനേകം എന്നുള്ള അർത്ഥത്തിലാണ്, അസംഖ്യം എന്നുള്ള അസംഖ്യം. അർത്ഥത്തിലാണ് അവിടെ. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നിന്നോട്, അതെ. നമ്മളെപ്പോഴും. അപ്പൊ അതിന്റെ ഒരു 16 ഇരട്ടിയും കൂടെ വന്നപ്പോ എന്താണ് അതാണ്. അപ്പോ അതെല്ലാം ഭഗവാനോടൊപ്പം തന്നെയാണ്. സായുജ്യം, ഇപ്പൊ നമ്മുടെ ശിശുപാലന്റെ കാര്യം പറഞ്ഞു അല്ലേ, അവിടെ എന്താണ് സായുജ്യം അടയാണ്. സായുജ്യം എന്താണ്? സയുക്കായിത്തീരാണ്. അത് പിന്നെ ഭഗവാനോടൊപ്പം അല്ലാതെ പിന്നെ എവിടെയാണ്? അതല്ല, ഒന്നായി തീർന്നതല്ലേ. ഒന്നായി തീർന്നത് എപ്പോഴും അതിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഈ 8 എണ്ണമാണ് ഭഗവാൻ അതിൽ നിന്ന് അപ്പുറമായിട്ട് എന്തായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്? തന്റെ പത്നിമാരായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ പത്നി എന്ന് പറയുമ്പോഴും പത്നി ആരാണ്? പതി. പതി എന്ന ശബ്ദം തന്നെ സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കും എന്നുള്ളതാണ്. പതി ശബ്ദം പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കും. ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി തന്നെ, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമു, പതി എന്ന പദം തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് വെറുതെ നമ്മൾ പ്രയോഗിച്ചു വന്ന ആ സമ്പ്രദായത്തിൽ പറയുന്നതല്ല. അതെങ്ങനെയാണ്? പതി തന്നെ. സ്ത്രീ ആണ് പാലിക്കുന്നതെങ്കിൽ അത് പതി തന്നെയാണ്. പുരുഷൻ പാലിക്കുന്ന ആളാണെങ്കിൽ അതും പതി തന്നെയാണ്. പിന്നെ പത്നി എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പത്യുർന്നോ യജ്ഞ സംയോഗേ, പതി ശബ്ദത്തിൽ നിന്ന് ഈ പത്നി എന്ന് വരുന്നതിലെ ആ നായുണ്ടല്ലോ, അതൊരു പ്രത്യേകമായി വിധിക്കുന്നതാണ്. യജ്ഞകാര്യങ്ങളിൽ പതിയോടൊപ്പം ചേർന്നിരിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ആ നാ അവിടെ വരുന്നത്. യജ്ഞകാര്യങ്ങൾ എന്ന് പറഞ്ഞാലോ ധർമ്മം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരിയായ ജീവിതവും പ്രവൃത്തികളും ഒക്കെ യജ്ഞമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പത്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മപത്നി എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ധർമ്മപത്നി എന്ന് പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി? പത്നി എന്ന് മാത്രം പറഞ്ഞാൽ ധർമ്മം അനുഷ്ഠിക്കുന്ന ആളാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ അവര് സായുജ്യം പ്രാപിച്ചവരല്ല. അവരെന്താണ്? അവര് വേറെയായിട്ട് ഇരിക്കുന്നവരാണ്. അപ്പൊ അതാണ് 8 എണ്ണം. സയുക്കായി തീർന്നവര് ഈ ശ്രീകൃഷ്ണവിലാസത്തിൽ പറയുന്നുണ്ട്. സായുജ്യം അന്വിച്ഛതി കസുഖാർത്തി എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാനെ കണ്ട് സ്തുതിക്കണമെങ്കിൽ സായുജ്യം അടയാതിരിക്കണമല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട്. സായുജ്യം അടഞ്ഞാൽ എന്താണ്? ഒന്നായി തീർന്നു. പിന്നെ ഭഗവാനെ കണ്ട് സ്തുതിക്കണമെങ്കിൽ ആരായിരിക്കണം? സായുജ്യം അടയാത്തവരായിരിക്കണം. അതായത് നേരിട്ട് പരിചരിച്ചുകൊണ്ടിരിക്കുന്നവർ. അതാണ് ഈ പറയുന്ന 8 എണ്ണം. ബാക്കി എല്ലാവരും അതുപോലെ സാർ ഈ നരകാസുരന്റെ എന്ന് രക്ഷിച്ച 16,000 അനേകായിരം എന്ന് പറയുന്നല്ലോ, അതിനു മുമ്പാണല്ലോ ഭഗവാന്റെ പത്നിമാരെല്ലാം 8 പേരെയും പരിഗ്രഹിച്ചത്. അതിനു മുമ്പാണല്ലോ അല്ലെ? 8 പേരെയും പരിഗ്രഹിച്ചത് അതിന്റെ ആ പൗർവാപര്യം ഞാൻ അത്ര ഓർക്കുന്നില്ല. അതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ആണ് ഈ അത് ചേട്ടന് ഓർമ്മയുണ്ടോ? ഗോപിച്ചേട്ടന് ഓർമ്മയുണ്ടോ അറിയില്ല. എനിക്ക് ഞാൻ വായിച്ചതെന്ന് അങ്ങനെയാണ് ഒന്ന് തോന്നിയത് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടെ നോക്കണ്ട്. അതൊന്നും കൂടെ നോക്കിയാൽ മതി. കാരണം ഇതിലൊന്നും നമുക്ക് പൗർവാപര്യം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ബലരാമനും ശ്രീകൃഷ്ണനും ഇത് 2 അവതാരങ്ങളല്ലേ. അത് ഒരേ സമയത്തില്ലേ? ഒരേ സമയത്തില്ലേ. അതുപോലെ തന്നെ പരശുരാമനും ശ്രീരാമനും ഒരേ സമയത്തുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും യുഗങ്ങൾ പോലും ഇങ്ങനെ പറയാറുണ്ട്. ത്രേതായുഗത്തിലാണോ ദ്വാപര യുഗത്തിലാണോ? ത്രേതായുഗത്തിലെയാണ് ശ്രീരാമനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലീനിയർ ആയിട്ടല്ലേ പോവുള്ളൂ. അതാണ് അല്ലെ, ചാക്രികമായിട്ട് പോവില്ലല്ലോ. അതാണ് അവിടെയാണ് ഈ പറയുന്ന സവിശേഷതകളൊക്കെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടൊരു പൗർവാപര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും അതിൽ പറയാൻ
നിവൃത്തിയില്ല. അങ്ങനെയാണ് അത്. അങ്ങനെ നോക്കിയാൽ എന്താണ് പലയിടത്തും യുക്തിഭംഗങ്ങൾ പോലെ നമുക്ക് തോന്നും. എങ്ങനെയാണ് ഈ രണ്ട് അവതാരങ്ങൾ ഒരേ സമയത്ത് വന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്നും ഉണ്ട് എന്നുള്ളതാണ്. എന്നും ഇതൊക്കെ ഉണ്ട്. എവിടെയൊക്കെ വേദത്തിന് ചുതി വരുന്നോ അപഹരിക്കപ്പെടുന്നോ അവിടെയൊക്കെ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വരാഹ, അല്ലെങ്കിൽ ഭൂമി എപ്പോഴൊക്കെ താഴുന്നോ അപ്പോഴൊക്കെ അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വരാഹം അവിടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഒരു മത്സ്യാവതാരമുണ്ട്, ഒരു വരാഹാവതാരമുണ്ട് എന്നൊക്കെ നമുക്ക്. അപ്പൊ ഭഗവാൻ ഈ രൂപങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷ ചെയ്യുന്നുണ്ട്, വിശ്വത്തെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നേ നമുക്കതിൽ പറയാൻ നിവൃത്തിയുള്ളൂ. ശരി സാർ. ഹരിനെ ഹോസ്റ്റാക്കി. പിന്നെ ഇന്റർനെറ്റിൽ എഴുതിയേക്കണേ 8 പേരെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മറ്റേ 16,100. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. അങ്ങനെയാണ് ഇന്റർനെറ്റിൽ എഴുതിയേക്കണേ. കാരണം ഇത് പാണിഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഇവർക്ക് ബഹുമതി കൊടുക്കാനായിട്ട് തന്നെ ഭഗവാൻ അവരെ സ്വീകരിച്ചതാണ് എന്ന ഒരു ഇതുണ്ടല്ലോ. പിന്നെ ഒരു സംശയം എനിക്കുണ്ട് സാറേ. ഈ നമ്മളെ എല്ലാ ശ്ലോകങ്ങളും ചൊല്ലും, ശ്ലോകം അല്ല പറയണ്ടേ, പറഞ്ഞ ഓം ഭൂർഭുവസ്വയാണേലും പിന്നെ എല്ലാ ശ്ലോകങ്ങളും ഈ വേദത്തിൽ നിന്ന് എടുത്തതെല്ലാം തന്നെ പൂർണ്ണമതയാണേലും എല്ലാത്തിൻ്റെയും താഴെ നമ്മൾ ശാന്തി 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 പറയുന്നുണ്ട്. അപ്പം അത് താപത്രയങ്ങളുടെ വിനാശത്തിന് വേണ്ടിയിട്ടാണോ, അതോ ബ്രഹ്മ വിഷ്ണു ശിവനെ കുറിച്ചാണോ, അതോ ശാന്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ? ശാന്തി ശാന്തിഹി ശാന്തിഹി എന്ന് പറയണോ, അതോ ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറയണോ? ഇതങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് മാത്രമല്ല, പലർക്കും ഉണ്ട്. അവിടെ ശാന്തി 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 മൂന്നിടത്തും വിസർഗമുണ്ട്. ഈ വിസർഗം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. വിസർഗം എന്ന് പറഞ്ഞാൽ വായു വിസർജിക്കപ്പെടുന്നതാണ്. വിസർഗം എന്ന് പറഞ്ഞാൽ വിസർജിക്കൽ തന്നെയാണ് വിസർഗം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ജലത്തില് വെള്ളത്തില് നമ്മൾ പോയിട്ട് നമ്മൾ ശ്വാസം വിട്ടു എന്ന് വിചാരിക്കുക. എന്താണ് അതിലുണ്ടാവുക? കുമിളകളായിട്ട് അത് മുകളിലേക്ക് വരും. ഈ രണ്ട് വായു കുമിളകളാണ്. അപ്പൊ വായു വിസർജിക്കപ്പെടുന്നതിന്റെ ഒരു പ്രതീകമാണ് അവിടെ. അപ്പൊ എങ്ങനെയാണ് ശരിക്കും ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട് അല്പം വായുവും കൂടെ വിസർജിക്കപ്പെടാണ് ശരിക്കും ശാന്തി ഹി. പക്ഷെ അപ്പൊ ശാന്തി ശാന്തി ശാന്തി. ഇപ്പൊ നമ്മള് ദുഃഖം എന്ന് പറയാം. നമ്മൾ ദുഃഖം എന്നിട്ട് വായു വിസർജിക്കപ്പെടും ദുഃഖം അവിടെ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ദുഹു എന്ന് പറയണം എന്ന് പറയാം. ദുഃഖം എന്ന് നമ്മൾ പറയുന്നിടത്ത് കൃത്യമായ ഉച്ചാരണമാണ് അതിന്റെ വരുന്നത്. ദുഃഖം. പിന്നെ എന്തിനാണ് ഈ പറയുന്നത്? അത് കുട്ടികൾ പലപ്പോഴും പറയുമ്പോൾ അങ്ങനെ ചൊല്ലില്ല. അപ്പൊ കുട്ടികൾക്ക് അതിന്റെ മുമ്പുള്ള സ്വരത്തിന്റെ ഛായയില് അകാരമാണെങ്കിൽ ബാല രാമഹ രാമഹ, ഈ ആണെങ്കിൽ ഹരിഹി, ഗുരു ആണെങ്കിൽ ഗുരുഹു, ഔ ആണെങ്കിൽ ഹു എന്നാണ് വരിക, ഗൗഹു, മനസ്സിലായോ? ഗോഹോ. അങ്ങനെയാണ് അവിടെ ഉച്ചാരണം. വാസ്തവത്തിൽ അതിന് മൂന്നിലും എന്തുണ്ട്? വിസർഗം ഉണ്ട്. പലപ്പോഴും ഇപ്പൊ നമ്മള് അന്തഃസംസ്ഥാനം എന്ന് പറയാം. അന്തഃസംസ്ഥാനം, അന്തഃ എന്ന് സംസ്ഥാനം എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അതിന് സംസ്ഥാനം എന്നുള്ളതിൽ സകാരം ഇരട്ടിപ്പിച്ചാലും മതി. ശാഷാസകൾക്ക് അവ ഇരട്ടിപ്പിച്ചാലും ശരിയാണ്. കാരണം അതായിട്ട് മാറുന്ന ഒരു നിയമം വ്യാകരണപരമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഇതാണ് വാസ്തവത്തിൽ. അപ്പൊ നമുക്ക് ശാന്തിഹി 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 ഇതാണ്. അത് എങ്ങനെ പറഞ്ഞാലും മതി. ശാന്തി 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 എന്ന് പറഞ്ഞാലും അതിൽ ഒരു തെറ്റും ഇല്ല. ഇനി അവിടെ ശരിക്കും നമ്മുടെ ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശമനമാണ് ശാന്തി, ശമിക്കുക. അപ്പൊ ശമിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്? നമുക്ക് അസ്പൃഹണീയമായ ഒന്നാണ് ശമിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക. അപ്പൊ ശാന്തി. അപ്പൊ അത് ആ മൂന്ന് വന്നതിനും കാരണം ഇതാണ്. ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായിട്ടുള്ള ദുഃഖങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട്. അതാണ് ഈ സാഖ്യകാരിക തുടങ്ങുമ്പോ ദുഃഖത്രയാഭിഘാതാജിജ്ഞാസ തദഭിഘാതകേ ഹേതൗ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദൃഷ്ടേസ അപാർത്ഥാചേത്
ഏകാന്ത അത്യന്തതോ ഭാവാത് എന്ന് അവിടെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ദുഃഖശമനത്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്ത്. സംസാരം തന്നെ നമുക്കൊരു ദുഃഖമല്ലേ? ദുഃഖമാണ്. അപ്പൊ നമ്മള് മോചനത്തിനായി ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ 3 പ്രാവശ്യം പറയുന്നത്. മനസ്സിലായി. ഹരി താങ്ക് യു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. താങ്ക് യു സർ. റിക്കാർഡ് ഓഫ് ചെയ്തത്.